മത്സ്യം, മാംസം അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കഴിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. മിക്ക ആൾക്കാർക്കും അതായത് ചോറ് കഴിക്കുമ്പം കുറച്ച് മീൻകറി വേണം എന്ന് നിർബന്ധമുള്ള കുറേ ആളുകളുണ്ടാകും. ചിലർക്ക് ചിലപ്പോൾ ചിക്കൻ കറി വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ബീഫ് ഇല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ്, ജീവികളെ അതായത് മൃഗങ്ങളെ വെട്ടിക്കൊന്ന്, അതായത് നമ്മളിപ്പോൾ ഇറച്ചി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴീനെ അല്ലെങ്കിൽ ആടിനെ, പോത്തിനെ, കാളയൊക്കെ വെട്ടിക്കൊന്നാണ് നമ്മൾ മാംസങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ മീനാണെങ്കിൽ നമ്മൾ മത്സ്യങ്ങൾ അവരെ കൊന്നതിന് ശേഷമാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റംസാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ക്രിസ്മസ് വരുമ്പോഴോ ഈസ്റ്റർ വരുമ്പോഴോ നമുക്ക് മാംസം, അതായത് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇപ്പം ഓണത്തിന് പോലും നമ്മൾ നോൺ വെജ് കഴിക്കാറുണ്ട്. അതായത് ഓണമെന്ന് പറയുന്നത് സദ്യയാണെന്നാണ് പൊതുവേ പറച്ചിൽ. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് വെച്ചാൽ ഈ ഓണത്തിന് പോലും നമ്മൾ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ മൃഗങ്ങളെ കൊന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ആഹാരങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ മൃഗങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അവരെ ഒന്നും കൊല്ലാതെ തന്നെ നമുക്ക് കൃത്രിമമായിട്ട് മത്സ്യ, മാംസ, പാലുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് കൃത്രിമ മാംസം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. പക്ഷെ അത് കൂടുതലും പ്രചരണത്തിലോട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട് പശുക്കളെയൊക്കെ കൊന്നെങ്കിൽ BJP-കാർ പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ മാംസം ഉപേക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യം കണക്കിലെടുത്ത്, അതായത് കൃത്രിമ മാംസം ഉണ്ടാക്കിയെടുത്ത് ലീഗലി നമുക്ക് വിൽപ്പന, അതായത് സെയിൽ നടത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇനി നമ്മൾ മാറാൻ പോകുന്നത്. ഇന്ന് നിലവിൽ 15ഓളം ഇന്ത്യൻ കമ്പനികളാണ് കൃത്രിമമായിട്ട് മാംസ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഇസ്രായേൽ, സിംഗപ്പൂർ, യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളാണ് ഈ കൃത്രിമ മാംസം ഉണ്ടാക്കുന്ന വിപണിയിൽ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടുപിറകിലായിട്ട് ഇന്ത്യയും വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ മാംസം ഉണ്ടാക്കുന്നത് മാട്ടിറച്ചിയിലാണ്. മാട്ടിറച്ചി കയറ്റുമതി വിൽപ്പനയിൽ നമ്മുടെ ഇന്ത്യ 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആട്ടിറച്ചി, അതായത് പൊതുവേ ആൾക്കാർക്ക് കുറവാണ് ആടിനോടുള്ള താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആട്ടിറച്ചി കയറ്റുമതി ചെയ്യുന്നതിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. പിന്നെ കോഴിയിറച്ചി കയറ്റുമതി ചെയ്യുന്നതിലാണെങ്കിൽ 5-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. നമ്മുടെ ഇന്ത്യ കൃത്രിമ മാംസ നിർമ്മാണത്തിൽ പ്രാരംഭ ഘട്ടത്തിലാണ്, അതായത് സ്റ്റാർട്ടിങ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ ഒരു 5 വർഷത്തിന് ശേഷം നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഇന്ത്യക്ക് ഒരു ഭയങ്കരമായ വളർച്ചയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഈ കൃത്രിമ മാംസ നിർമ്മാണ മേഖലയിൽ പ്രവർത്തന വ്യവസ്ഥകൾ വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ ഇതിന് ബാധകമായിട്ടുള്ള ചട്ടങ്ങളൊന്നും തന്നെയില്ല. അപ്പം ഇതിലൊരു വ്യവസ്ഥ മാറ്റണമെന്നാണ് ആരോഗ്യമന്ത്രിയായിട്ടുള്ള JP നഡ്ഡയും ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ കൃത്രിമ മാംസം എന്നുള്ളത്? അതായത് കാഴ്ചയിലും രുചിയിലും സാധാരണ നമ്മൾ കഴിക്കുന്ന മാംസത്തെ പോലെ തന്നെയുള്ള മാംസമാണ് അതുപോലെ നമ്മൾ സാധാരണയുള്ള മാംസം എങ്ങനെയാണോ പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാംസമാണ് ഇൻവിട്രോ മീറ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ കൃത്രിമ മാംസം. ക്ലീൻ മീറ്റ്, സിന്തറ്റിക് മീറ്റ്, ലാബ് ഗ്രോൺ മീറ്റ് എന്ന പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ജീവിയുടെ ഒരു പ്രത്യേക ശരീരഭാഗമോ ഒന്നും തന്നെയല്ല. അതിനാൽ തന്നെ ഇത് രക്തരഹിതമായിട്ടുള്ള മാംസമാണ്. സെല്ലുലാർ അഗ്രികൾച്ചറൽ സാങ്കേതിക വിദ്യയുടെ ഒരു രൂപമാണ് ലാബ് മീറ്റ് എന്ന് പറയുന്നത്. ബയോറിയാക്ടറിൻ്റെ അതീവ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് കോഴി, പോത്ത്, കാള, വന്യമൃഗങ്ങൾ തുടങ്ങിയവയുടെ കോശങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.